തൃശ്ശൂർ അന്തിക്കാട് എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്ത് നിന്ന് അന്നത്തെ മദിരാശി അവിടേക്ക് സിനിമാ മോഹമായിട്ട് ഇപ്പോൾ വളരെ ചെറുപ്പത്തിലെ പോയ ഒരാളാണ് സത്യൻ അന്തിക്കാട്. അപ്പോൾ അവിടെ ചെല്ലുന്നു. ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ലെജൻഡ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിനിക്കുണ്ട്. ക്ലിനിക്കിലിരുന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്നൊക്കെ അന്നത്തെ പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ടാണ് കൂടെ കൂടുന്നത്. അന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട അസോസിയേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് സംവിധായകൻ പിന്നീട് സംവിധായകനായ പി ചന്ദ്രകുമാറായിരുന്നു. അങ്ങനെ സത്യൻ അന്തിക്കാടും ഒരു സെക്കൻഡ് അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ കൂടെ കൂടുന്നു. പിന്നീട് ഒരുപാട് സിനിമകൾ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം പി ചന്ദ്രകുമാർ സ്വതന്ത്ര സംവിധായകനായപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ സത്യൻ അന്തിക്കാട് കൂടി. പിന്നെ JC എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള സംവിധായകനുണ്ട്. നമുക്കറിയാം, ജയനൊക്കെ സിനിമയിലോട്ട് കൊണ്ടുവരാൻ കാരണക്കാരനായ ഒരു പ്രധാനപ്പെട്ട സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ, എന്താ പറയുക, 70-80 സിനിമകളിൽ പല സംവിധായകരുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് സത്യൻ അന്തിക്കാട്. അതുപോലെ തന്നെ അദ്ദേഹം അന്നേ നന്നായിട്ട് എഴുതുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക്, ഇവരുടെയൊക്കെ തന്നെ ഈ ഗുരുക്കന്മാരുടെയൊക്കെ സിനിമകളിലൊക്കെ ഗാനരചന, ഒരുപാട് പാട്ടുകൾ, അതിൽ ഹിറ്റ് പാട്ടാണെങ്കിൽ ഓ മൃദുല എന്ന് പറയുന്ന ഞാൻ ഏകനാണ് എന്ന് പറയുന്ന പി ചന്ദ്രകുമാറിൻ്റെ സിനിമയിലെ പാട്ട് അദ്ദേഹം എഴുതിയതാണ്. പിന്നീട് അതുപോലെ തന്നെ തടവറ എന്ന് പറയുന്ന സിനിമയിലെ നീ മായല്ലേ എന്ന് പറയുന്ന പാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്.